ഇനി ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ കൂത്തുപറമ്പിൽ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. ആമ്പിലാട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. തുഷാര പ്രമോദ് നൽകും വിശദാംശങ്ങൾ. തുഷാര, എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ പരിശോധന കർശനമാക്കിയിരുന്നു. ഈ ഒരു പരിശോധനയിലാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അതെ, എരഞ്ഞോളിയിലെ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലാകെ ഒട്ടാകെ ഇത്തരത്തിലുള്ള ആളൊഴിഞ്ഞ പറമ്പുകളും സ്ഥലങ്ങളും ഒക്കെ ബോംബ് സ്ക്വാഡ് തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നടത്തിയ തിരച്ചിലാണ് ഇന്നിപ്പോൾ കൂത്തുപറമ്പ് ആമ്പിലാട്ട് കിടറ്റിന്റെ അവിടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആളൊഴിഞ്ഞ ഒരു പറമ്പിലെ 2 ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ ഒരു ക്ഷേത്രത്തിന് അടുത്തായിട്ട് ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ഈ സ്റ്റീൽ ബോംബുകൾ ഉണ്ടായിരുന്നത്. വയനാട്ടിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ്, തിരച്ചിലാണ് ഇപ്പോൾ ഈ ബോംബ് സ്ക്വാഡ് ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, എരഞ്ഞോളിയിൽ ഇത്തരത്തിൽ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു വീട്ടിലായിരുന്നു ആൾതാമസമില്ലാത്ത 4 വർഷമായിട്ട് ആൾതാമസമില്ലാത്ത ഒരു വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടുകയും തേങ്ങ പെറുക്കാൻ പോയിട്ടുണ്ടായിരുന്ന വേലായുധൻ എന്ന് പറയുന്ന വയോധികൻ ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ തുടർന്ന് അന്ന് ആ വീടുമായി ബന്ധപ്പെട്ട ആ പറമ്പിൽ മുഴുവനായിട്ടും ബോംബ് സ്ക്വാഡും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ കൂടുതൽ ബോംബ് ശേഖരങ്ങളൊന്നും അവിടെ നിന്ന് കണ്ടെത്താനായിരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും തലശ്ശേരി, പാനൂർ മേഖലകളിൽ തുടങ്ങിയ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ള മേഖലകളിലെല്ലാം തന്നെ ബോംബ് സ്ക്വാഡ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന തിരച്ചിലാണ് ഇന്ന് കൂത്തുപറമ്പ് ആമ്പിലാട്ട് ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ചിട്ട് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പിലാണ് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ആമ്പിലാട്ട് ആളൊഴിഞ്ഞ പറമ്പിലാണ് ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. തുഷാര പ്രമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.